എലവഞ്ചേരി പുളിയന്തുണിയിൽ കാട്ടാനാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ച സ്ഥലം കെ പ്രേമൻ എം.എൽ.എ സന്ദർശിച്ചു. വേണുഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻ തോപ്പിലാണ് 40ഓളം തെങ്ങുകൾ ആന കടപുഴക്കിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി എം.എൽ.എ സംസാരിച്ചു. അടിയന്തരമായി നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് വനംവകുപ്പ് RRTയുടെ സേവനവും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ ശക്തമായ പ്രതിരോധ നടപടികൾ അനിവാര്യമാണ്. പ്രദേശവാസികളോടൊപ്പം എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായി കെ പ്രേമൻ എം.എൽ.എ പറഞ്ഞു. എലവഞ്ചേരി പഞ്ചായത്തിലെ പനങ്ങാട്ടി പുളിയന്തോണി പ്രദേശത്ത് വേണോട്ടൻ്റെയും പ്രമോദിൻ്റെയും ഉൾപ്പെടെ വരുന്ന കൃഷിസ്ഥലത്ത് ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങി 40ഓളം തെങ്ങുകളെ കടപുഴക്കി എറിഞ്ഞിരിക്കുകയാണ്. വളരെ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അത് ഒന്നിൽ കൂടുതൽ കാട്ടാനയുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലത്തെ റേഞ്ച് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് രാത്രി മുതൽ നൈറ്റ് പട്രോളിങ്ങായി ഈ ആനയെ മലകയറ്റി വിടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇന്ന് രാത്രി മുതൽ അവർ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. എന്തായാലും വന്ന വഴി കൂടി വീണ്ടും വരുന്നില്ല എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് റേഞ്ചർ സൂചിപ്പിച്ചത്. കാരണം ഇന്നൊരു സ്ഥലത്തിറങ്ങിയാൽ നാളെ വേറെ സ്ഥലത്തിറങ്ങുന്ന സൂത്രശാലികളായിട്ടുള്ള ആനകളാണ് ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സത്വരമായി ഇടപെട്ടു. ഇന്ന് കാലത്ത് തന്നെ ഈ വിവരം അറിഞ്ഞതും അവർ ഈ സ്ഥലമെല്ലാം സന്ദർശിച്ച് വന്ന വഴിത്താരെയും അതുപോലെ തന്നെ കാൽപ്പാടുകളും എല്ലാം പരിശോധിച്ച് ആനയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമം അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നിൽ കൂടുതൽ ആനകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ അത് ഇന്ന് രാത്രിയും ഈ വഴിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പരിസര പ്രദേശത്ത് വരുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി നൈറ്റ് പരിശോധന ഉൾപ്പെടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഈ കർഷകന് അവരുടെ വലിയൊരു അധ്വാനമാണ് നഷ്ടപ്പെട്ടത്. കാരണം ഒരു തെങ്ങിൻ തൈ ഇപ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കായ്ക്കാനായ തെങ്ങിൻ തൈയെ സംരക്ഷിച്ച് വളർത്തുക എന്നത് വലിയ ശ്രമകരമായ പ്രവർത്തനമാണ്. വർഷങ്ങളെടുത്താണ്. അത് മുഴുവൻ ഒരു രാത്രി കൊണ്ട് കാട്ടാനകൾ തട്ടി തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഗവൺമെൻറ് അനുവദിക്കുന്ന നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ അടിയന്തരമായി ചെയ്യും. അത് ഓൺലൈനായിട്ടാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഈ സ്ഥലത്ത് വന്ന് നാളെ തന്നെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലേക്ക് MLA അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാർ എല്ലാവരുമാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നത്. വളരെ വിഷമം തോന്നുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പോൾ കർഷകർ ഈ കായ്ക്കാനാകുന്ന തെങ്ങിന് വളർത്തിയെടുക്കണമെങ്കിൽ എങ്ങനെ പോലും എത്ര വർഷമായിട്ടുണ്ടാകും മുന്നോട്ടാ? 4 വർഷം സംരക്ഷിച്ച തെങ്ങുകളാണ് 40 എണ്ണത്തോളം പോയത്. അപ്പോൾ അതിനർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ സർക്കാരിനോട് ഇടപെടും. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുക, വൈസ് പ്രസിഡന്റ് C ചെന്താമര തുടങ്ങിയവർ സംസാരിച്ചു. ഇതിപ്പോൾ 4-5 വർഷത്തിന് മുമ്പാണ് ഈ ആന വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് പന്നി, മാന എല്ലാം വരും. ഇപ്പോൾ ഈ 4-5 വർഷത്തിന് ശേഷമാണ് ആന ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കുന്നത്. അതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുറേ തെങ്ങൊക്കെ പുഴക്കി പോയിട്ടുണ്ടായിരുന്നു. നല്ല പുഴക്കി പോയിട്ടുണ്ടായിരുന്നു. വലിയ തെങ്ങാണ് പുഴക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യം വന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കുറേ ഇടവിട്ട് കുറച്ച് വരാതിരുന്നാണ്. ഇപ്പോൾ വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ 10-40 അന്നൊക്കെ 10-20 തെങ്ങേ ഉള്ളൂ. നമ്മുടെ കുറച്ച് കവുങ്ങും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10-40ഓളം തെങ്ങ് പോയിട്ടുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരം ഒരു 50,000 രൂപയുടെ നഷ്ടം വരും. അതിൽ പരാതി കൊടുത്ത് ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. DFOന് റേഞ്ച് ഓഫീസർ കൊല്ലങ്കോട്, പിന്നെ DFOനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, MLA വന്നു, സ്ഥലം MLA വന്നു, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, എലവഞ്ചേരി പഞ്ചായത്തിൻ്റെ. ബാക്കി മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃഷി 40 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു 5-8 വർഷം അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇല്ലാതിരുന്നു. പിന്നെ അപ്പോൾ കഴിഞ്ഞ രാത്രി വന്ന് എല്ലാം നശിപ്പിച്ചിട്ട് പോയി. UTV ന്യൂസ്, പാലക്കാട്.